ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. ചായം ചിഹ്നം ശലഭം സമയാസൻ മായിക ലോകത്തിൽ നിന്നും വരൂ. ഈ ഭൂവിൽ 1000 വർണ്ണങ്ങൾ തൂകുവാനായി തെളിയും മഴവിൽ Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അനിൽ പന്തപ്ലാവ്. പ്രധാന വാർത്തകൾ. പുനലൂർ നഗരത്തെ ആവേശത്തിൽ ആറാടിച്ച് ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിലെ കെട്ടുകാഴ്ച. ഫ്ലോട്ടുകളും ഗജവീരന്മാരും കലാരൂപങ്ങളും കെട്ടുകാഴ്ചയ്ക്ക് മിഴിവേകി. പുനലൂർ നഗരസഭ പ്ലാസ്റ്റിക് വിമുക്ത നഗരസഭയാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ. ഇതിനായി വ്യാപക പ്രചരണം സംഘടിപ്പിക്കുമെന്നും ചെയർമാൻ. ചക്കുവരയ്ക്കൽ താഴത്ത് കശുവണ്ടി ഫാക്ടറിയിൽ നിരാഹാര സമരം 26ാം ദിവസത്തിലേക്ക്. ഐഷ പോറ്റി MLA സമരപ്പന്തൽ സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിലെ മീനഭരണിയോടനുബന്ധിച്ച് നടന്ന കെട്ടുകാഴ്ച ആവേശമായി. ആയിരങ്ങളാണ് കെട്ടുകാഴ്ചയിൽ അണിനിരുന്നത്. മീനഭരണി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള പവിത്രമായ ഉത്സവ ഘോഷയാത്ര തെക്കേക്കര ഇടക്കാട്ട് ഭാഗം നിവാസികൾ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്ന ഉത്സവ ഘോഷയാത്രയാണ് ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നത്. ദേശീയ ഉത്സവമായ മീനഭരണി മഹോത്സവത്തിൽ അമ്മയുടെ സ്വന്തം ഭാര്യയായ തെക്കേക്കര ഇടക്കാട്ട് ഭാഗം സമർപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ രാജവീതിയിലൂടെ കടന്നു വരുന്നത്. ഫ്ലോട്ടുകൾ, കെട്ടുകുതിരകൾ, വാദ്യമേളങ്ങൾ എന്നിവ കെട്ടുകാഴ്ചയ്ക്ക് മിഴിവേകി. താലപ്പൊലി ഏന്തിയ ബാലികമാരും ഗജവീരന്മാരും മുത്തുക്കുടകളും വിവിധ കലാരൂപങ്ങളും കെട്ടുകാഴ്ചയ്ക്ക് അകമ്പടിയായി. പുനലൂർ നഗരത്തിൽ ആവേശം വിതറിയ കെട്ടുകാഴ്ചയിൽ ആയിരങ്ങളാണ് അണിനിരുന്നത്. ഇടയ്ക്കാട്, അമ്പിയിൽ, താഴത്തുഭാഗം എന്നീ കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ നഗരത്തിലെത്തിയതോടെ ഭക്തജനങ്ങൾ ആവേശത്തിലായി. പിന്നീട് ആവേശം അണപൊട്ടിയൊഴുകിയ നിമിഷങ്ങളായിരുന്നു. കെട്ടുകാഴ്ച കാണാൻ നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വാർഷിക സാംസ്കാരിക ഉത്സവം സംഘടിപ്പിച്ചു. പ്രമുഖ കവി ഏഴാച്ചേരി രാമചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആക്മാസ് കോളേജ് പ്രിൻസിപ്പൽ പുന്നല ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ആർട്സ് ക്ലബ് കൺവീനർ തേജസ് നമ്പൂതിരി സ്വാഗതം ആശംസിച്ചു. പ്രമുഖ കവി ഏഴാച്ചേരി രാമചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.
പുനലൂർ രാജഗോപാലൻ നായർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള KPAC-യുടെ സ്ഥാപക മെമ്പർമാരിൽ പ്രമാണിയായിട്ടുള്ളയാളെ പിടിച്ചുകൊണ്ടുപോയി. ഈ നാട്ടുകാരനായ പുനലൂർ ബാലൻ ആദ്യമായിട്ട് എഴുതിയ പാട്ടുകളെല്ലാം ആ KS ജോർജ് എന്ന് പറയുന്ന പാട്ടുകാരനെ കൊണ്ട് പാടിപ്പിച്ച് അങ്ങനെ അദ്ദേഹം KPAC-യുടെ അമരനായ ഗായകനായിട്ട് മാറിയപ്പോഴേ ആ KS ജോർജും സുലോചനയും ചേർന്നുകൊണ്ട് സർവേ കല്ല് എന്ന നാടകത്തിന് വേണ്ടിയിട്ടുള്ള പാടിയ ഒരു യുഗ്മഗാനത്തിന്റെ സ്വരമാണ് ഞാൻ പറഞ്ഞത്. വള്ളിക്കുടിലിനുള്ളിലിരിക്കും പുള്ളിക്കുയിലേ പാടും പുനലൂർ പുനൽ കൊണ്ട് വടിവാർണ്ടെഴുന്ന കൊണ്ടൽ വതറും നെറിതഴത്ത കുഴലി. അത് പഴയ കാലത്തെ പാട്ടാണ്, മലയാള കവിതയുടെ ആദ്യത്തെ തുടക്കം. പുനലൂർ എന്നതിനൊരു പൂർവ്വകാല പാരമ്പര്യമുണ്ട്. ഒരുപാട് നല്ല പാട്ടുകാരും കവികളും കലാകാരന്മാരും എഴുത്തുകാരും നാടകക്കാരും രാഷ്ട്രീയക്കാരും എല്ലാം നിറഞ്ഞ പൂർവ്വകാല പാരമ്പര്യത്തിൽ നിന്ന് എണ്ണി പെറുകിയെടുത്താൽ പുനൽ ശ്രീകുമാർ അടക്കം സാമൂഹ്യ പ്രവർത്തകന്മാരും രാഷ്ട്രീയക്കാരും അത്യാവശ്യം എപ്പോഴുമുണ്ട്, നമ്മുടെ MLA അടക്കം. പക്ഷേ പാട്ടുകാരെവിടെ പോയി? പുനലൂർ ബാലനെ പോലെ ചുവന്ന ദശകത്തിലെ പ്രമുഖനായ കവികൾ ഉണ്ടായിരുന്ന ഒരു ദേശത്ത് ആ കവികളുടെ വർഗം അന്യം നിന്ന് പോയില്ല, ഗോത്രം. ഇപ്പം നോക്കുമ്പോൾ എണ്ണി പെറുക്കി അരിച്ചു പെറുക്കി എടുത്താൽ വൃന്ദ വരിഞ്ഞ അപ്പുറത്തേക്ക് പിന്നെ പുനലൂരിൽ നിന്ന് ഒരു ആണും പെണ്ണുമായിട്ട് ഒരു കവിയുണ്ടോ? ഇല്ല. എവിടെയാണ് പുനലൂരിന് പതനമുണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് സിനി ആർട്ടിസ്റ്റ് ഉണ്ണി മുകുന്ദൻ മുഖ്യാതിഥിയായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളോടും എനിക്ക് പറയേണ്ടത്, നമ്മൾ സ്വപ്നങ്ങൾ കാണണം, വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം. സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രമേ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരൂ. ഞാൻ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്, എനിക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്, നിങ്ങളുടെ ഓരോ സ്വപ്നം സഫലമാകട്ടെ, നിങ്ങൾ വലിയ നിലയിലെത്തണം. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉന്നത പൊസിഷനിലെത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും ഞാൻ നേരുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മൃദുല നായർ, സ്റ്റാഫ് സെക്രട്ടറി R ധനേഷ്, സ്റ്റുഡൻസ് ചെയർമാൻ P അഖിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം പുനലൂർ ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിയമബോധന സെമിനാർ സംഘടിപ്പിച്ചു. MACT ജില്ലാ ജഡ്ജ് AK ഗോപകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദോഷവശങ്ങളും സമൂഹത്തിലെ ഗാർഹിക പീഡനവും എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. പത്തനാപുരം ക്രൗൺ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ MACT ജില്ലാ ജഡ്ജിയും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർമാനുമായ AK ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പോലും എത്തിയിരിക്കുന്നു. വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക്, അതിന് താഴോട്ടുള്ള കുട്ടികൾക്കും അതിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കും ഇത് കൊടുത്ത് വശീകരിച്ച് ചതിക്കുന്ന ഒരു ചുറ്റിലും അപകടകരമായ ഒരു സ്ഥിതി ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. കുട്ടികൾക്ക് അറിയില്ല, കൂട്ടായി എന്ന് പറഞ്ഞ് കൊടുക്കും. ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന അല്ലെങ്കിൽ കുട്ടിക്ക് PDG +2 ഹയർ സെക്കൻഡറി ലെവലിലൊക്കെ ഉള്ള കുട്ടികളിലാണ് ഈ കൂടുതൽ പിടിക്കുന്നത്. ഇതൊരു മുട്ടായി എന്ന് പറയാൻ അറിയാനൊക്കില്ല. വാങ്ങിച്ച് കഴിക്കുക, ടീച്ചർമാർ കൊണ്ട് കാണുക. അല്ലാതെ കുട്ടികൾ സൗഹൃദത്തിന്റെ പേര് കൊടുക്കുന്ന ഒരു മുട്ടായി പോലും ഇന്ന് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ചിലപ്പോൾ അത് മുട്ടായി ആയിരിക്കണമെന്നില്ല, അത് ഭയങ്കരമായ ഏതെങ്കിലും മാരകമായ ലഹരി വസ്തുവായിരിക്കാം. അത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാലമാണ്. അങ്ങനെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും വിദ്യാർത്ഥികളുടെ ഇടയിൽ പോലും ഇതിന്റെ ലഹരി ഉപയോഗങ്ങൾ വളരെ കൂടിയിരിക്കുന്നു. അത് കണ്ടുപിടിക്കണമെങ്കിൽ എക്സൈസുകാർ മാത്രം വിചാരിച്ചാലോ പോലീസുകാർ മാത്രം വിചാരിച്ചാലോ ഒക്കില്ല. പോലീസും എക്സൈസും അതുപോലെ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ അധികാരികളും അതുപോലെ റെസിഡൻഷ്യൽ അസോസിയേഷൻ പോലുള്ള പ്രവർത്തന ആളുകളും എന്ന് വേണ്ട നമ്മളെ രക്ഷകർത്താക്കളും അധ്യാപകരും ഈ സമൂഹം ഒന്നടങ്കം തന്നെ ആ തിന്മയ്ക്കെതിരെ ചെറുത്തു നിന്നില്ലെങ്കിൽ നാളെ വരാനിരിക്കുന്ന ഒരു തലമുറ വഴിതെറ്റിപ്പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ടെന്ന് ഈ വേദിയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H നജീബ് മുഹമ്മദ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൌബില ഷാജഹാൻ, KP രാജു, SM ഷെറീഫ്, ഷീജ ചന്ദ്രബാബു, സൈനുലാബ്ദീൻ, താലൂക്ക് ലീഗൽ സെക്രട്ടറി ഷിബു തോമസ്, S അമല, KC മണി, അഡ്വക്കേറ്റ് U ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരസഭ പ്ലാസ്റ്റിക് വിമുക്ത നഗരസഭയാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ അറിയിച്ചു. ഇതിനായി വ്യാപക പ്രചരണം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഏറെ സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുന്ന മാലിന്യ വിഷയത്തിൽ നഗരസഭ ഉചിതമായ തീരുമാനം തന്നെയാണ് ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിന് വിപുലമായ പദ്ധതികൾ നഗരസഭ ആസൂത്രണം ചെയ്തിരിക്കുന്നു. സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധിത നഗരസഭയായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ 50 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് ബാഗുകളുടെ നിരോധനം മെയ് 1 മുതൽ കർശനമാക്കാൻ തീരുമാനിച്ചതായി നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ അറിയിച്ചു. 30 ദിവസം കൊണ്ട് ഞങ്ങൾ നടത്തുന്ന വിപുലമായ ഒരു പ്രചരണ പരിപാടിയുടെ
പിൻബലത്തോടുകൂടി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങളുടെ മാധ്യമമൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ 2-3 കാര്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത്. ഒന്ന്, പ്ലാസ്റ്റിക് നിരോധനവും 50 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് നിരോധനം ഇപ്പോൾ ഉണ്ട് എന്ന് മാത്രമല്ല, കളക്ടറുടെ ഉത്തരവനുസരിച്ച് അത് ഏപ്രിൽ മുതൽ പ്രാവർത്തികമാകും. പക്ഷേ മെയ് 1 മുതൽ ഞങ്ങൾ കർശനമാക്കും എന്ന് പറഞ്ഞാൽ വളരെ കർശനമായ നിയമങ്ങൾ നടപ്പാക്കി ഞങ്ങൾ പ്ലാസ്റ്റിക് നിരോധനം ആൾക്കാർ കർശനമാക്കും എന്ന് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ സാധനങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അത് പേപ്പർ കപ്പ്, പേപ്പർ ബാഗ്, പേപ്പർ പ്ലേറ്റ് എന്നൊക്കെ പറയുന്നത് പോലും വളരെ മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കാര്യത്തിന് വാക്സ് കോട്ടിംഗ് ഉണ്ട്. മെയ് 1 മുതൽ അതെല്ലാം നിരോധിക്കാനാണ്. ഡിസ്പോസിബിൾ ആയിട്ടുള്ള ആഹാരം കഴിക്കാൻ ഡിസ്പോസിബിൾ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, പേപ്പർ വാഴയില, പേപ്പർ വാഴയില എന്നല്ല, പേപ്പർ ഇല, പ്ലാസ്റ്റിക് കോട്ടട, അത് മുഴുവൻ നമ്മൾ മെയ് മാസം മുതൽ നിരോധിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിനു മുന്നോടിയായി 1 മാസക്കാലം വ്യാപകമായ പ്രചാരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണങ്ങളും സംഘടിപ്പിക്കും. കെട്ടിടങ്ങളുടെ നിർമ്മാണ അനുമതി ഇനി മുതൽ മഴവെള്ള സംഭരണി നിർബന്ധമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ, ഇടമൺ 34. Managed by Pushpagiri Educational and Charitable Trust. Qualified teachers, well-equipped library and labs, smart class, kids section and extracurricular activities. Hi, my name is Stephen. I want to be a pilot. I want to be an IAS officer. Hi, my name is Darshana. I want to be a doctor. I want to be a professor. I want to be a chartered accountant. Hi, I want to be a teacher. Pushpagiri Central School, Idaman 34. Managed by Pushpagiri Educational and Charitable Trust. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BAS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475 222 1205. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു.
We offer a new lifestyle. Phone 0475 2220 357 9745 201088. പുനലൂർ മേരിഗിരി വിദ്യാമന്ദിറിന്റെ ആഭിമുഖ്യത്തിൽ LKG വിദ്യാർത്ഥികൾക്കായി ഗ്രാജുവേഷൻ സെറിമണി സംഘടിപ്പിച്ചു. പുനലൂർ ബിഷപ്പ് റവറന്റ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പുനലൂർ ബിഷപ്പ് റവറന്റ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കേരളത്തിലെ മാത്രം പിന്നാക്കം നിന്നാൽ പറ്റുകയില്ല. അതിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മലയാളികളാണ്, കേരളീയരാണ്. മലയാള ഭാഷയ്ക്ക് ഒരു കുറവും വരാത്ത ഇംഗ്ലീഷ് പ്രാവീണ്യമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. മലയാള ഭാഷയ്ക്ക് ഒരു കുറവും വരാത്ത ഇംഗ്ലീഷ് പ്രാവീണ്യം. സ്കൂൾ ഡയറക്ടർ ഫാദർ ക്രിസ്റ്റി ജോസഫ്, നിഷ മുബാഷ്, ബി വിജയൻ, ഹൃദ്യ ശ്യാം, നീലാഞ്ജന ശേഖർ തുടങ്ങിയവർ സംസാരിച്ചു. പുനലൂർ ബിഷപ്പ് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചക്കുവരിക്കൽ താഴത്ത് കശുവണ്ടി ഫാക്ടറിയിൽ CITU ആഭിമുഖ്യത്തിൽ നടത്തിവന്ന നിരാഹാര സമരം 26-ാം ദിവസം പിന്നിട്ടു. ഐഷ പോറ്റി MLA സമരപന്തൽ സന്ദർശിച്ചു. തൊഴിലും ആനുകൂല്യവും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അടഞ്ഞുകിടക്കുന്ന ചക്കുവരിക്കൽ താഴത്ത് കാഷ്യൂ ഫാക്ടറിയുടെ മുന്നിലെ നിരാഹാര സമരം 24-ാം ദിവസത്തിലേക്ക് കടന്നു. കൊട്ടാരക്കര MLA അഡ്വക്കേറ്റ് P. ഐഷ പോറ്റി സമരക്കാരെ സന്ദർശിച്ചു. തുടർന്ന് നിരാഹാരം കിടന്ന തൊഴിലാളിയായ മണിക്ക് MLA നാരങ്ങ നീര് കൊടുത്തു. അടുത്ത നിരാഹാരം കിടക്കുന്ന ബ്ലോക്ക് മെമ്പർ അഡ്വക്കേറ്റ് ഷൈൻ പ്രഭയെ MLA മാലയിട്ട് സ്വീകരിച്ചു. ഇരുപത്തിനാലാം ദിവസം ആണ് ഇന്നത്തെ ഇവിടുത്തെ സമരം. ഇതിനേക്കാൾ വലിയ സമരങ്ങൾ അപ്പുറത്തെല്ലാം നടന്നതൊക്കെ അവസാനിപ്പിച്ചു. ശക്തമായ നിലപാടെടുത്തുകൊണ്ട് CITUവിന്റെ ഒറ്റമേപ്പിലെ തൊഴിലാളികളെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് വർഗബഹുജന സംഘടനകളെ ഒക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തുടർന്ന് നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R. സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. മാത്യു ഇബ്രഹാം യോഗത്തിൽ അധ്യക്ഷനായി. AS ജയചന്ദ്രൻ, C. മുകേഷ്, R. രാജഗോപാൽ നായർ, PA ലാലച്ചൻ, KV സേതുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂർ നഗരത്തെ ആവേശത്തിൽ ആറാടിച്ച് ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിലെ കെട്ടുകാഴ്ച. ഫ്ലോട്ടുകളും ഗജവീരന്മാരും കലാരൂപങ്ങളും കെട്ടുകാഴ്ചയ്ക്ക് മിഴിവേകി. പുനലൂർ നഗരസഭ പ്ലാസ്റ്റിക് വിമുക്ത നഗരസഭയാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ. ഇതിനായി വ്യാപക പ്രചരണം സംഘടിപ്പിക്കുമെന്നും ചെയർമാൻ. ചക്കുവരിക്കൽ താഴത്ത് കശുവണ്ടി ഫാക്ടറിയിൽ നിരാഹാര സമരം 26-ാം ദിവസത്തിലേക്ക്. ഐഷ പോറ്റി MLA സമരപന്തൽ സന്ദർശിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റായ livevarta.com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62-ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു.
പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475-235-2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശ്രീല എന്ന് പറയുന്നത് ഡോക്ടർ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബൈയിൽ പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഏടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475-233-5515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ.